ഓ ഈ മുടിഞ്ഞ പട്ടി കാരണം ഒരു സ്ഥലത്തും കക്കാൻ ചെല്ലാൻ പറ്റണില്ല. ഈ വീട്ടില് പട്ടിയില്ലാന്ന് തോന്നുന്നു. ഇവിടെ ഞാനൊരു കലക്കും. രക്ഷപ്പെട്ട്. എന്റെ പെണ്ണുമ്പിള്ള എപ്പോഴും പറയും വാഷിംഗ് മെഷീൻ വേണമെന്ന്. ഇവിടെ നിന്ന് ഞാനൊരു വാഷിംഗ് മെഷീൻ എന്തായാലും അടിച്ചു മാറ്റിയിരിക്കും. തുറയടില്ലല്ലോ ഇത്. എന്നിട്ട് വാങ്ങ അല്ല അത് പിന്നെ ഇത് തുറക്കാൻ പറ്റില്ല സാറേ. ഈ വീടേ പറ്റില്ല. ഈ വീട് തുറക്കാൻ പറ്റില്ല. എന്റെ വീടാണ് സാറേ, തുറക്കാൻ പറ്റില്ലെന്ന്. സാറ് വിചാരിച്ച് തുറക്കാൻ പറ്റും. ഞാൻ കുറെ നേരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. സാറും തുറന്നു തന്നാ മതി. എടാ ഇത് വീടിന്റെ ഫ്രണ്ട് വാതിൽ. അതെ, അത് നമ്മള് മാക്സിമം അങ്ങോട്ട് തുറക്ക് സാറേ. അങ്ങോട്ട് എടാ ഈ വീടിന്റെ ഫ്രണ്ട് വാതില് പണിയുമ്പോ ശ്രദ്ധിച്ച് പണിയണ്ടേ? കുറച്ച് എണ്ണയൊക്കെ ഇട്ട് വെക്കണ്ടേ? അതിന് ഇത് എന്റെ വീടല്ലല്ല, എന്റെ പെണ്ണുമ്പിളുടെ പേരിലുള്ള വീടാണെന്ന്. നീ ഇത്രയും താക്കോൽ കൂട്ടം വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇത് തുറക്കാൻ ശ്രമിക്കും. ആളുകൾ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും നീ വല്ല കള്ളനാണെന്ന്. മനസ്സിലായ? അത് മാത്രം പോട്ടെ, ഈ താക്കോൽ വെച്ചിട്ട് നീ ഇതിങ്ങനെ തുറക്കാന് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് തുറക്കണം. പറ്റൂല അല്ലേ? പറ്റൂല. തിരിച്ചു നോക്കേ, തുറക്കാൻ പറ്റൂന്ന്. എടാ വല്ല കള്ളന്മാര് വിചാരിച്ചത് ഈസി ആയിട്ട് തുറക്കും. എന്നിട്ട് ഞാൻ വിചാരിച്ചിട്ട് അല്ല, ഞാൻ വിചാരിച്ചിട്ട് കുറെ ആയിട്ട് തുറക്കാൻ പറ്റില്ല. നടക്കുന്നു. ഇനി ഒറ്റ വഴിയുള്ളൂ. ഇത് പിടിക്ക്. നീ ഇന്ന് ശക്തിയായിട്ടൊന്ന് തള്ളിക്കെന്ന്. കൊല്ലു ഞാൻ നിന്നെ വീട്ടിൽ കയറി മോട്ടിക്കാൻ മരുന്നോടാ. ഞാൻ കള്ളനാ? പിന്നെ ഇത് എന്റെ വീടാണ്. എന്റെ പൊന്നു സാറേ, സത്യമായിട്ട് എന്റെ വീടാണ്. ഇവനാണ് കള്ളൻ. ഞാൻ അകത്തിരുന്നപ്പോ എനിക്ക് മനസ്സിലായി എന്റെ വീടിന്റെ വാതിക്കെ കള്ളം വന്നിട്ടുണ്ടെന്ന്. ഇവൻ അകത്തേക്ക് അറിയാവോ? എന്റെ പൊന്നു സാറ്, സത്യമായിട്ട് ഇവനാണ് കള്ളൻ. ഇത് എന്റെ വീടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ സാർ? ഇത് എന്റെ വീടാണ്. ഇവനാണ് ആരാണ് കള്ളൻ? ഒരു കാര്യം ചെയ്യ്, എന്റെ വീടിന്റെ ബാക്കിൽ ബ്രൂണോനെ കെട്ടിട്ടുണ്ട്. അവൻ അഴിച്ചുവിടാ. എന്റെ വളർത്തുപട്ടി. അവൻ വരുമ്പോ അറിയാലോ ഇതിൽ ആരാണ് കള്ളനെന്ന്. എന്റെ ദൈവം, അപ്പൊ ഈ വീട്ടിലും പട്ടിയുണ്ടാ? നീ 6ാം വാർഡിലെ കുടുംബശ്രീ പ്രസിഡന്റ് ജാനമ്മ അറിഞ്ഞാണ് മോഷ്ടിക്കുമല്ലേടാ? ഏതാറാം വാർഡ് കുടുംബശ്രീ എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ നിനക്കൊന്നും അറിയില്ലല്ലേ? എടാ നീ അല്ലടാ 6ാം വാർഡിലെ കുടുംബശ്രീ പ്രസിഡന്റ് ജാനമ്മ അറിഞ്ഞാണ് മോഷ്ടിച്ചത്? എനിക്ക് അറിയാൻ പാടില്ല സാറേ. എടാ SI സാർ ഇങ്ങോട്ട് വരട്ടെ, നിന്റെ ഊപ്പിന്ന് ഇളക്കി കളയും ഞാൻ. എന്റെ പൊന്നെ, നിങ്ങളുടെ ഇങ്ങനെയാണെങ്കിൽ SI എന്തിടിയായിരിക്കും? നിനക്ക് ഞങ്ങളുടെ SI കുറിച്ച് വല്ലതും അറിയാവാ? ഇല്ല. ഭയങ്കര ഭക്തിമാനാണ് അദ്ദേഹം. എന്ത് പറഞ്ഞാലും ഭയങ്കര പാട്ടായിരിക്കും, ഭക്തിപ്പാട്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങേരെങ്ങാനും നിന്നെ ചോദ്യം ചെയ്യണ വഴി ഇടിച്ചു കഴിഞ്ഞാൽ നീ ദയവേത് പാട്ട് പാടും. പാട്ടുപാടി എന്താ കുഴപ്പം? പാട്ട് പാടിയ അപ്പ അങ്ങനെ കാവടി തുള്ളും. നീ കൂടുതൽ പാതി പാടിക്കണ്ട് പെട്ടെന്നൊരു ഭക്തിയാണ് അങ്ങോട്ട് പാടാൻ. പഴനിമല കോവിലിലെ പാൽക്കാവടി, ബാലസുബ്രഹ്മണ്യന്റെ പീലിക്കാവടി, വേൽമുരുക ഹരോഹര വേലായുധ ഹരോഹര, വേൽമുരുക ഹരോഹര വേലായുധ ഹരോഹര, ഹര ഹരോ ഹര ഹര. പഴനിമല കോവിലിലെ ഹര ഹരോ ഹര ഹര. തുള്ളിച്ചു കൊല്ലാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ് അവനെ. ഇവിടെ ഇവനോട് പറഞ്ഞ ഞാൻ പാട്ട് പാടുമ്പോ തുള്ളൂന്ന് പറഞ്ഞ അറിയാതെ പറഞ്ഞു പോയി. ഏതാടാ ഈ ഭക്തൻ? ഇതാണ് നമ്മുടെ കുടുംബശ്രീ പ്രസിഡന്റ് ജാനമ്മയുടെ അരഞ്ഞാണ മോഷിച്ച വൃത്തികെട്ടവൻ. നമ്മുടെ കുടുംബശ്രീ പ്രസിഡന്റ് ജാനമ്മയുടെ എത്ര അണ്ണാച്ചിമാരുടെ ഇന്ന് പലിശക്ക് എടുത്തിട്ട് ഞാനത് മേടിച്ചു കൊടുത്തേന്ന് അറിയാം. എവിടെയാണ് കൊണ്ട പണയം വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. ഇടിച്ചിന്റെ കറ്റാങ്കറിയങ്ങളെ ഞാനാ എത്ര ദിവസമായിട്ട് ഇവിടെ പിടിച്ചോണ്ട് വന്നിട്ട്? 3 ദിവസമായി. ഞാൻ പൊക്കോട്ടെ എന്നാ മോളിൽ നിന്ന് വിളിച്ചു പറഞ്ഞ നിന്നെ വിടാ. എങ്ങനെ? മോളിൽ നിന്ന് വിളിച്ചു പറഞ്ഞ വിടാന്ന്. എന്താണിത്? മോളിന്ന് വിളിച്ചു പറഞ്ഞ ആ മോളിൽ നല്ലടാ, മോളില് പിടിയുള്ള ആരെങ്കിലും വിളിച്ചു പറഞ്ഞ വിടാന്ന്. അയ്യോ, അങ്ങനെ ഞാൻ ഹര ഹരോ ഹര ഹര. ഹര ഹരോ ഹര ഹര. സാറേ, ഒരു പരാതി ഉണ്ടല്ലോ സാറേ. എന്താ എന്റെ പരാതി? എന്റെ കോളേജിൽ പഠിക്കണ മോളെ ചെറുക്കന്റെ കൂടെ ഇന്നലെ ഒളിച്ചോടി പോയി.
എന്റെ കോളേജിൽ പഠിക്കണ മോളെ മുറച്ചെറുക്കന്റെ കൂടെ ഇന്നലെ ഒളിച്ചോടി പോയെന്ന്. ഓട്ടറോ സ്വന്തം മുറച്ചെറുക്കന്റെ കൂടെയല്ലേ പോയേക്കണ? 5 പൈസ നിനക്ക് ചെലവില്ലല്ലോ. അവര് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ. അയ്യോ, ഞാൻ ഈ മുറച്ചെറുക്കനെ ഇതുവരെ കണ്ടിട്ടില്ല. ഈ മുറച്ചെറുക്കനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ മുറച്ചെറുക്കൻ ഞാൻ പറഞ്ഞെന്താണ്? ഇന്നലെ എന്റെ വീട്ടിൽ മുറം വെക്കാൻ വന്ന ചെറുക്കന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞില്ലേ? മുറം വെക്കാൻ വന്ന ചെറുക്കന്റെ കൂടെയാണ് പോയത്. ആ ചെറുക്കനും പെണ്ണും എവിടെയുണ്ടെങ്കിലും കയ്യോടെ പൊക്കി കൊണ്ടുവരണം. ഞാൻ SI ആയിരിക്കുന്ന ഈ സ്റ്റേഷനിൽ ഇനി ഒരു പീഡനം ഞാൻ അനുവദിക്കില്ല. ധൈര്യമായിട്ട് പോയിക്കോ, ഞാൻ പിടിച്ചോളാം. പോക്കാങ്ങട്. സാർ ഒന്നുകൊണ്ട് പേടിക്കണം, അവനെ ഞാൻ പൊക്കിയിരിക്കും. പക്ഷെ ഒരു കാര്യം, എന്താണ്? ഉച്ചക്ക് ലീവ് വേണം. എന്തിനാ? എന്റെ ഭാര്യനെ കൊണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. എന്തോടോ ഭാര്യക്ക് പറ്റിയ? എന്താന്നറിയാൻ പാടില്ല, അവള് രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കണം. ഉറക്കത്തിൽ എഴുന്നേറ്റ് കിടക്കണം. അതിന് വെറുതെ ആശുപത്രി കൊണ്ട് ഡോക്ടറെ കാണിച്ചുള്ള കാശൊന്നും ചെലവാക്കേണ്ട കാര്യമില്ല. നമ്മുടെ സ്റ്റേഷനത്തിൽ ഒരു സിദ്ധം വന്നിട്ടുണ്ട്. ആ സിദ്ധനെ പോയി കണ്ടു കഴിഞ്ഞാൽ മതി. പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. പുള്ളി ഒരു ചരടി വെച്ച് തരും, അത് കെട്ടിയാൽ മതി. എന്നാ 2 ചരട് വേണ്ടി വരും. എന്തിനാ 2 ചരട്? ഒന്നെന്റെ ഭാര്യയ്ക്ക്, ഒന്ന് അപ്പുറത്തെ വീട്ടിലെ സദാശിവന്. എന്തിനാ സദാശിവന് ചരട്? ഇവള് രാത്രി എഴുന്നേറ്റ് അങ്ങോട്ട് ഇന്നലെ സദാശിവൻ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരും. 2 ചരട് വേണം. അതെ സാറ് മറ്റേ സിദ്ധന്റെ ആ നമ്മുടെ അപ്പുറത്താ. അങ്ങേർക്ക് ഒരു കഴിവില്ല, വെറും തട്ടിപ്പാണ്. ഞാൻ പോളോടുന്നു, എനിക്ക് അനുഭവമുള്ളതല്ലേ. എന്റെ പൊന്ന് സാറേ, കുട്ടികളില്ലാത്ത ഞങ്ങളോട് സാറിലെ പറഞ്ഞത് സിദ്ധനെ പോയി കണ്ടാൽ മതി, കുട്ടികളുണ്ടാവുന്നു. ആ. സാറിന്റെ വാക്കും കേട്ട് ഞാനും എന്റെ ഭാര്യയും കൂടി 5 പ്രാവശ്യം ഈ സിദ്ധനെ പോയി കണ്ട്. ഉവ്വ. ഞങ്ങൾക്ക് ഇതേവരെ കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. ആരെ കൂടി? ഞാനും എന്റെ ഭാര്യയും എടോ, തന്റെ ഭാര്യ പോണേന്റെ പുറകെ താൻ പോണ എന്തിനാണോ? എടോ, കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ ഭാര്യനെ ഒറ്റക്ക് വിടണം. എനിക്ക് അങ്ങനെയല്ലേ 3 പിള്ളേരുണ്ടായത്. അതെ. എന്റെ പൊന്നോ, ആ പിള്ളേരുടെ മുഖത്തേക്കൊന്ന് നോക്കണം. സിദ്ധം മാറിക്കും. അങ്ങനെയാണെങ്കിൽ തളർവാദം വന്ന് അമ്മുമ്മനെ കൊണ്ടുപോയാലോ? ആ കേസൊന്നും പുള്ളി എടുക്കൂല. പിള്ളേരില്ലാത്ത കേസാണ് സിദ്ധൻ ഓക്കെയാണ്. അപ്പൊ ഈ സിദ്ധൻ ഒരു കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. എന്താടാ സാറേ, ഞാൻ അങ്ങോട്ട് പോക്കോട്ടെ? എന്തിന്? അമ്മായിമ്മയുടെ വീട്ടിൽ വന്ന കട തോന്നുമ്പോ ഇറങ്ങി പോവാൻ. മറിവിടാങ്ങട് ഇടിച്ച കൊന്നയാങ്ങളെ ഞാൻ. സാർ നാട്ടിൽ നീതി നിയമമൊക്കെ നടപ്പാക്കുന്ന ആളല്ലേ? പറഞ്ഞോളൂ. എന്നിട്ട് സാറിനെ കുറിച്ച് നാട്ടുകാർ എന്തൊക്കെയാണ് പറഞ്ഞത്? എന്താടോ? സാറിന്റെ വീട്ടിൽ ഭാര്യയായിട്ടിരിക്കുമ്പോ ആ ജനലും വാതിലും കടച്ചിട്ടിരുന്നാ പോരെ? ഭാര്യനെ കെട്ടിപ്പിടിക്കണ കണ്ടുന്ന ഉമ്മ വെക്കണ കണ്ടുന്ന മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റണില്ല. താനിത് എന്നത്തെ കേസിൽ പറയണ? കഴിഞ്ഞ വെള്ളിയാഴ്ച. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പഴനിയിലല്ലായിരുന്ന. എന്നിട്ട് നാട്ടുകാർ വെറുതെ പറയോ? ഇതാ കുഴപ്പം. ഞാനില്ലാത്തപ്പോ ആരെങ്കിലും കയറി എന്തെങ്കിലും കാണിക്കും. എന്നിട്ട് ആ എല്ലാ കുറ്റവും കൂടി അവസാനം എന്റെ വീട്ടിലേക്ക് വരും. ഞാൻ എന്ത് ചെയ്ത് നേരത്തിട്ടാണ്? റേഞ്ചില്ല, കേൾക്കാൻ പറ്റുന്നില്ല. സുരേഷ് എവിടെ ഉണ്ടാ? എവിടെയുണ്ട്? പാർക്കിന്റെ അവിടെ. ഇവിടെ വേറൊരു കേസുണ്ടായിരുന്നോ? നമ്മുടെ തങ്കമ്മയിലടാ, കറുത്തവള്. അവളെ ഇതിലെ പൊക്കി ഞാൻ പാർക്കിൽ പോയി ബീച്ചിൽ പോയി എന്നെ പോലോ തകർത്തു വാരി. എടാ, അവരുടെ കൂടെ ഒരു വെളുത്തവൾ നടക്കല്ലേടാ. അവരുടെ നമ്പർ ഉണ്ടോ? തരാമോ? ഒന്ന് തന്നെ പെട്ടെന്ന് തന്നെ. കൂട്ട നമ്പർ ഒന്ന് എഴുതി കൂട്ടാ. പെട്ടെന്ന് എഴുതി നമ്പർ എഴുതി. 9946 47 ആണോ? 6 അല്ലേ പറഞ്ഞു? എഴുതും 9946. എല്ലാം നിന്നോടല്ലേ ഇപ്പൊ അതിനോടാ. 9946919459. ഓക്കെടാ, വൈകിട്ട് ബീച്ച് കാണാം. ഓക്കെ ഓക്കെ. നമ്പർ അല്ലേ? ഇത് ഏതാ സ്ഥലം? മീൻചന്ത. ഞാൻ റേഞ്ചിന്റെ മൊബൈലിന് റേഞ്ച് ഇല്ലാത്തതിന് സ്റ്റേഷനിൽ കയറി വന്നാണ് റേഞ്ച് ഉണ്ടാക്കണേ. സ്റ്റേഷനിൽ കയറി വന്നാണ് റേഞ്ച് ഉണ്ടാക്കണേ. ഹരോ ഹരോ ഹര ഹര. മലക്കോവിലിലെ ബാലസുബ്രഹ്മണ്യന്റെ പീലികാവടി വെൺമുരുക ഹരോഹര. സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഏതായാലും മുറച്ചെറുക്കനെ ഞാൻ പൊക്കിയിട്ടുണ്ട്. ഇവനാണ് മുറച്ചെറുക്കൻ? നീയാണോടാ മുറച്ചെറുക്കൻ? അനിച്ചെറുക്കനാ? താൻ എന്തെന്നൊക്കെ ആരൊക്കെയാണോ പിടിച്ചോണ്ട് വന്നാൽ? അവനെന്തോ ചെറുക്കന്റെ കേസ് പറഞ്ഞു. നീ അല്ലടാ എന്റെ സ്റ്റേഷനത്തിൽ വാറ്റുചാരായം നടത്തണ? നീ ചാരായം മാറ്റുന്ന അപ്പുറത്തെ സുമാരൻ പരാതി കൊണ്ട് തന്നിട്ടില്ല. അത് പിന്നെ വാറ്റുചാരായം അവന് കൊടുത്തില്ല, അവൻ പരാതി എടുത്തില്ലേ സാറേ? അത് ശരി, അപ്പൊ നീ തന്നെയാണ് വാറ്റുന്ന ആളല്ലേ? തങ്കപ്പ ജോർജ് കൊടുത്തവന് കൊടു. എവിടെയാടാ നീ ചാരായം മാറ്റണത്? എന്റെ പൊന്നു സാറേ, വാറ്റുചാരായം എന്ന് പറയുമ്പോ അങ്ങനെയുള്ള വാറ്റുചാരായം ഒന്നും എനിക്കില്ല. പിന്നെ ഈ കൃഷിയുടെ സീസൺ അല്ലാത്ത സമയത്തല്ലേ ഞാൻ മാറ്റാൻ പോണത്. കൃഷി ഇല്ലാത്തപ്പോഴാണോ മാറ്റണത്? എന്താ മോന്റെ കൃഷി? കഞ്ചാവ് കൃഷി. കഞ്ചാവ് കൃഷി. പിന്നെ കഞ്ചാവ് കൃഷി നടത്തിയവരെ കൊല്ലണ്ടേ? ഞാൻ ഇടിക്കാൻ വരുമ്പോ അവൻ പാട്ട് കൊടുത്തിട്ട് അവൻ കയറി അങ്ങോട്ട് ഇടിക്കണ കൊന്നുകളെ എന്തിനാൻ? എവിടെയാണ് നീ കഞ്ചാവ് കൃഷി നടത്തുക? എന്റെ പൊന്നു സാറേ, കഞ്ചാവ് കൃഷി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കഞ്ചാവ് കൃഷി അല്ല. പിന്നെ? ഈ കള്ളനോട്ടടിയില്ലാത്ത സമയത്തല്ലേ കഞ്ചാവിന്റെ കൃഷി. കള്ളനോട്ടടി ഉണ്ടോ നിനക്ക്? വേണ്ട. കൊടുത്ത് കൊല്ലടാവനെ. കള്ളനോട്ടടിച്ചവരെ കൊല്ലണ്ടേ? ഞാനൊന്ന് ഇടിക്കട്ടെ എന്നും. എവിടെയാണ് നീ കള്ളനോട്ട് എന്റെ പൊന്നു സാറേ, അങ്ങനൊന്നും ഇല്ല. പിന്നെ? എനിക്ക് പലിശക്ക് കൊടുക്കുന്ന ചില പരിപാടിയൊക്കെ ഉണ്ട്. പലിശ കൊടുക്കണ ഏർപ്പാടുണ്ടോ? അതെ. വൈകുന്നേരം കോട്ടേഴ്സിൽ 10,000 രൂപ കൊണ്ട് തന്നോളാം. അതൊക്കെ തരാം. ആർക്കാണ് നീ പലിശ കൊടുത്ത? സോമൻ ചേട്ടന്. സോമൻ നമ്മുടെ പഞ്ചായത്തിലെ. അപ്പുറത്ത് 6-ാം പാടില്ല. അതെ. എന്നിട്ട് ഞാൻ ആ പലിശ മേടിക്കാൻ വേണ്ടി സോമൻ ചേട്ടന്റെ വീട്ടിൽ ഒരു വൈകുന്നേരം സമയത്ത് ഞാൻ അങ്ങോട്ട് ചെന്നു. എന്നിട്ട് കോരിച്ചൊലിയുന്ന മഴയാണ്. മഴ മഴ മഴ. റബ്ബർ തോട്ടത്തിന്റെ ഇടയ്ക്കൂടെ ഞാൻ ചെല്ലുമ്പോ സോമൻ ചേട്ടന്റെ +2 പഠിക്കുന്ന കൊച്ച് ദേണ്ട നനഞ്ഞു കുളിച്ചു കുതിർന്ന് ദേണ്ട ഇങ്ങനെ നിൽക്കണം. എന്തിനു പഠിക്കാനാ? +2 പഠിക്കുന്ന പെൺകൊച്ച്.
മഴയത്ത് കുളിച്ച് നനഞ്ഞു കുതിർന്നെന്റെ ഭഗവാനെ ഇങ്ങനെ നിൽക്കണം. സന്ധ്യക്ക് അതെ, റബ്ബറും തോട്ടത്തിൽ റബ്ബറും തോട്ടത്തിൽ ഇങ്ങനെ നിന്നേ. നിന്നോ? ബാക്കി പറ. ഞാൻ ആ പരിസരം മൊത്തം നോക്കി. അവിടാണെങ്കിൽ ഒരു കുഞ്ഞുങ്ങളും ഇല്ല. എന്റെ പൊന്നു ദൈവമേ, +2 പഠിക്കുന്ന കൊച്ച് മഴ നനഞ്ഞ് കുളിച്ച് നിൽക്കണം. കുളിച്ച് നനഞ്ഞു കുതിർന്ന് താണ്ട് ഇങ്ങനെ ഭഗവാനെ ഇങ്ങനെ നിൽക്കണം. നിക്കടോ നിന്നോ? ഞാനും കൂടെ ഒന്ന് നിന്നോട്ടെ. നിക്കടാ. നീ ബാക്കി പറഞ്ഞടാ. വേണ്ടേ? സാറേ എന്റെ പരാതി പരാതിയൊക്കെ പിന്നെ താൻ എങ്ങനെ ഞാനും നിൽക്കണോ? വേഗം നിൽക്കാൻ അങ്ങട്. നീ പറഞ്ഞ ഞാനാണെങ്കിൽ അവിടെ അടുത്തേക്ക് പതുക്ക. സ്പീഡിൽ പോടാ. മഴയല്ലേ, സ്ലോബിൽ. സ്പീഡിൽ പോടാ. അവിടെ മൊത്തം ചെളിയല്ലേ. സ്പീഡിൽ പോടാ. പോയി. +2 പഠിക്കുന്ന കൊച്ചല്ലേ? അതെ. എങ്ങനെ നിൽക്കണെന്നാ പറഞ്ഞ? കുളിച്ച് നനഞ്ഞു കുതിർന്ന ദൈവമേ ഇങ്ങനെ നിൽക്കണം. നിന്നെ. ബാക്കി പറഞ്ഞ. ഞാൻ അവിടെ അടുത്ത് ചെന്നതും എന്റെ കയ്യിലിരുന്ന കൊടയെടുത്ത് ഞാൻ അവിടെ കയ്യിലേക്ക് കൊടുത്തു. ഞാൻ അവിടെ ഈ കൊട കൊടുത്തതും അവൾ എന്നോട് പറയുവാ, എന്നതാ തരാവത്ത്. കൊട നാളെ രാവിലെ കൊണ്ട് തരാവെന്ന്. രാവിലെ കൊണ്ട് തരാന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ളവന് കോവിലിലെ പാൽക്കാവടി മണ്ണിന്റെ പീലിക്കാവടി വേൽമുരുക വേലായുധ വേൽമുരുക വേലായുധ. സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഏതായാലും ഇപ്രാവശ്യം എനിക്ക് തെറ്റുപറ്റിട്ടില്ല. ബസ് സ്റ്റാൻഡിൽ ഇരുട്ടത്താണെങ്കിൽ 2 ഞാൻ പിടിച്ചിട്ടുണ്ട്. മുറച്ചെറുക്കനെ മുറപ്പെടനെ 2 ചാക്കിലേക്ക്. കറക്റ്റ് മുറച്ചെറുക്കൻ തന്നെയാണല്ലോ. കറക്റ്റ് മുറച്ചെറുക്കൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് പിടിച്ചതാ. ഇങ്ങോട്ട് മാറ്റിടാ. അയ്യോ സാറ്, എന്തിനാടോ ഐജിനെ പിടിച്ചോണ്ട് വന്നേക്കണം? ബസ് സ്റ്റാൻഡിൽ ഇരുട്ടായ കാരണം കാണാൻ പറ്റില്ല. സാറേ, എന്നാ നമുക്ക് മറ്റേ ചാക്കൊന്ന് അഴിച്ചു നോക്കിയാലോ? വേണ്ട. മറ്റേ ചാക്ക് അടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്താണിത്? മറ്റേ ചാക്ക് അടിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന്. അതെന്താണിത്? ഈ ചാക്കറ്റുള്ള ഐജി ആണെങ്കിലേ മറ്റേ ചാക്കിൽ എന്റെ ഭാര്യ ആയിരിക്കും.